ഞാനിപ്പോൾ ഉള്ളത് ഭരണശ്ശേരിയാണ്. അപ്പോൾ ഭരണശ്ശേരി കണ്ണൂർ ജില്ലയിലെ ഭരണശ്ശേരി എന്ന സ്ഥലത്താണുള്ളത്. ഇപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളെ കുട്ടികൾക്ക് നമ്മൾക്ക് ഒരുപാട് സ്നേഹങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് നമ്മൾ ജോലി തിരക്ക് കൊണ്ട് നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കെയറിങ് മാത്രമല്ല നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു സ്ഥാപനത്തിൽ നമുക്ക് കിട്ടുന്ന കെയറിങ് മാത്രമല്ല, നമുക്ക് കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവുകൾ, പലതരം കഴിവുകൾ കുട്ടികളുണ്ട്. ആരും കഴിവില്ലാത്തവരായിട്ടില്ല. അപ്പോൾ ആ കഴിവിനൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്നൊന്ന് പരിപോഷിക്കാൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠനത്തിലും നൃത്തത്തിലും അതുപോലെ തന്നെ സംഗീതത്തിലും അതുപോലെ ചിത്രരചനയിലും എല്ലാം കഴിവ് തെളിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഞാനിത് പോകുന്നത്. അപ്പോൾ ഇതിലുള്ള കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്. ഞാൻ ഇവിടെ വന്ന സമയത്ത് എല്ലാവരും പലതരം കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ, അവർക്കെല്ലാം മികച്ച അധ്യാപകരും അതിനകത്ത് ഞാൻ കണ്ടു. എല്ലാവരും നല്ല രീതിയിൽ നല്ല കുട്ടികളാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അപ്പോൾ ഇവർ ഓരോരോ കഴിവുകളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ പലതരത്തിൽ കൂടുതലും കഴിവുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വരയിലാണ്, ചിത്രം വരയിലാണ്. അപ്പോൾ ഓരോ ആളുകൾ പാട്ടുകൾ പാടുന്നവരുണ്ട്. അപ്പോൾ ഒരാൾ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ പാടുന്നവരാണ്. അതുപോലെ കുട്ടികൾക്കെല്ലാം പല കഴിവുകളും നമ്മളെ കുട്ടികളിലും ഉണ്ടാകും. അപ്പോൾ ആ കഴിവുകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അത് നമ്മൾക്ക് ഇവിടുന്ന് ലഭ്യമാണ്. മാഡത്തിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അർച്ചന. അപ്പോൾ ഈ ഒരു സ്ഥാപനം ഇവിടെ എത്ര വർഷമായി തുടങ്ങിയിട്ട്? നമ്മൾ ആക്ച്വലി ഒരു 3 years ആയി. നമ്മൾ സാറ്റർഡേസ് മാത്രമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് മെല്ലനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയി. പിന്നെ ഇപ്പോൾ എല്ലാ ദിവസമായി രാവിലെ മോർണിംഗ് 9 to 6. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ വി ഡു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. കുട്ടികളെ ഞങ്ങളെ ബിലീവ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു എബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ സ്കൂളിൽ കുട്ടി ഒരു ചെറിയ സബ്ജക്റ്റിന് പഠിക്കാൻ ബാക്കൗട്ട് ആണെങ്കിൽ തന്നെ ആ കുട്ടികൾ ഓവറോൾ കോൺഫിഡൻസ് പോകുന്നുണ്ട്. ഞങ്ങളിവിടെ കുട്ടികളെ വിളിക്കുമ്പോൾ നമ്മൾ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് അവർ ഏത് സബ്ജക്റ്റിലാണോ വീക്ക് അതിലവരെ ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ ഓരോ ഏബിലിറ്റിയിലെ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. വി കോൾ ദം ഡിഫറെൻ്റ്ലി ഏബിൾഡ്. അപ്പം IQ കുറച്ച് കുറവുള്ള കുട്ടികളുണ്ടാവും, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികളെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഓരോ എഡ്യൂക്കേഷണൽ പ്ലാൻ, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷണൽ പ്ലാൻ കൊടുത്തിട്ട് അവർ ആ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. NIOS എക്സാംസ് എഴുതാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ സ്കൂൾസും നമുക്ക് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അവർ ട്യൂഷനായിട്ട് വരുന്നതാണ്. പക്ഷേ നമ്മൾ റെഗുലർ ട്യൂഷൻ സെൻറ്റർ അല്ല. നമ്മൾ ഇൻഡിവിജ്വൽ പ്ലാൻ വെച്ചിട്ട് ഒരു ടീച്ചർ മാക്സിമം 2-3 കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് അറ്റ് എ ടൈം ക്ലാസ്സസ് കൊടുക്കുന്നത്. യങ്ങസ്റ്റ് കുട്ടി ഇവിടെ വരുന്നത് 1.5 വയസ്സാണ്. ഇവിടെ എൽഡസ്റ്റ് ഐ തിങ്ക് നമ്മൾ സ്റ്റുഡൻറ്റ് 34-35. ഓരോ ടൈപ്പ് ഓഫ് ഇമോഷണൽ ഡിഫിക്കൽട്ടി ഉണ്ടാകുന്ന കുട്ടികളുണ്ട്, ഫിസിക്കൽ ഡിഫിക്കൽട്ടി ഉള്ളതുണ്ടാവും, അക്കാഡമിക്, സോഷ്യൽ. അപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ആയിട്ടും പിന്നെ അവർക്ക് ഡേറ്റ എൻട്രി പഠിപ്പിക്കാൻ, കമ്പ്യൂട്ടർ സ്കിൽസ്,
ഓവറോൾ നമുക്ക് ഒരുമിച്ചിട്ട് അവർക്ക് വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ കുറച്ച് കുട്ടികളോട് ഇരുന്നിട്ട് അവർക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് അതില്ല, പേരൻസിനും അതില്ല, കുട്ടികൾ എവിടെ ആക്കണം എന്നുള്ളത്. ചെറിയ കുട്ടികളെ നമുക്ക് ഡേ കെയറിലാക്കാം, ഒരുപാട് വലുതാകുമ്പോൾ നമ്മൾ എവിടെ ആക്കേണ്ടതെന്നുള്ളൊരു ഡിഫിക്കൽട്ടി അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം ഒരു ഐ മസ്റ്റ് സേ ഒരു ഫുൾ ഒരു ഇൻക്ലൂഡ്, അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പേര് കോസ്മോസ് ആർട്ടിസ്ട്രി എന്നിട്ടത്. അതാണ് കോസ്മോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു യൂണിവേഴ്സാണ്, ഹാർമോണിയസ് യൂണിവേഴ്സ്. എല്ലാവരും ഒരേമാതിരി ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അവരൊരു പേസിൽ അവർക്ക് വളരേണ്ട ഒരു പ്ലേസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സ്, അതാണ് നമ്മളെ കോസ്മോസ്. ആർട്ടിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. ആർട്ടിസ്റ്റ് പറഞ്ഞാൽ വരയ്ക്കാൻ മാത്രമല്ല, ഒരു ടീച്ചറും ഒരു ആർട്ടിസ്റ്റാണ്, ഒരു മാത്തമാറ്റിക്സ് ടീച്ചർ ആർട്ടിസ്റ്റാണ്, ഇംഗ്ലീഷ് ടീച്ചർ. അവരെ ഫീൽഡിൽ എങ്ങനെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് കോസ്മോസ് ആർട്ടിസ്ട്രി എന്ന് പേര് വന്നത്. യെസ്, മൺഡേ ടു സാറ്റർഡേ മോർണിംഗ് 9 to 6 വി വർക്ക്. ഇറ്റ് ഈസ് ഓപ്പൺ. എപ്പോൾ വേണമെങ്കിലും പേരൻസ് വിളിച്ചാൽ അവർക്കൊരു പ്ലാനിങ്ങിൽ ഞങ്ങളിവിടെ ഓപ്പൺ. സൺഡേസ് ലീവാണ്. ആൻഡ് ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. അതും ഞങ്ങൾ 1-on-1 ക്ലാസ്സസാണ് ഓൺലൈനും പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുമിച്ചിട്ട് കുറേ കുട്ടികളൊന്നുമില്ല, സോ ദാറ്റ് അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത്, അതാണ് നമ്മളെ മെയിൻ ഐഡിയ. ഇവിടെ വരുന്ന കുട്ടികൾ ലാസ്റ്റ് അവർ എന്ത് കിട്ടിയെന്ന് പറയുമ്പോൾ അവരെത്ര കോൺഫിഡൻസോടെ വേൾഡിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലത്, അതാണ് നമ്മളെ മെയിൻ ഐഡിയ. ബിക്കോസ് അഡ്വേഴ്സിറ്റി കോഷ്യൻ്റാണ് ഏറ്റവും കുറവ് വേൾഡിൽ. കുട്ടികൾ പഠിക്കുക, A+ ഉണ്ടാകും, വരയ്ക്കാൻ ഇത്ര വലിയ ട്രോഫീസ് ഉണ്ടാകും. ബട്ട് അറ്റ് ദി എൻഡ് ഒരു പ്രോബ്ലം വരുമ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഫേസ് ചെയ്തിട്ട് പറയേണ്ടതും എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല, റിയാക്ട് ചെയ്യണമെന്നും അറിയുന്നില്ല. അപ്പോൾ അഡ്വേഴ്സിറ്റി കോഷ്യൻ്റാണ് അവരെ ഹിയർ. വി ഹെൽപ്പ് ദം അക്കാഡമിക്, സോഷ്യൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് അഡ്വേഴ്സിറ്റി കോഷ്യൻ. അതാണ് കോസ്മോസ്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം വിവാഹം കഴിഞ്ഞിട്ട് വന്നതായിരിക്കാം. ഇപ്പം 2-3 വർഷമായിട്ട് അല്ല, ഇവിടെ സ്ഥാപനം ഇപ്പം എത്ര വർഷമായി എന്ന് പറഞ്ഞാൽ? 3 കൊല്ലമായി ഞാൻ ഇവിടെ വരുന്നത്. അതിന് മുന്നേ 5 കൊല്ലം. ഫസ്റ്റ് ആക്ച്വലി ഞാൻ ചിന്മയ കോളേജിലായിരുന്നു 7 years ഇംഗ്ലീഷ് ടീച്ചറായിട്ട്. പിന്നെ ആഫ്റ്റർ ദാറ്റ് 11.5 years ഞാൻ ചിന്മയ സ്കൂളിലായിരുന്നു. അപ്പോൾ ആ ടൈം എൻ്റെ മദർ പെട്ടെന്ന് പോയി. ആ ഒരു സമയം ഭയങ്കരമായിട്ട് ഇമോഷണൽ ഒരു ട്രോമ വന്നു. ആൻഡ് ഐ ഡിഡ്ന്റ് നോ, ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. അപ്പോഴെല്ലാം അതിന് മുന്നേയും എനിക്ക് ഇങ്ങനത്തെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യേണ്ടത് മൈൻഡിലുണ്ട്. ബിക്കോസ് എൻ്റെ മോന് കുറച്ച് ലേണിംഗ് പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിലും എല്ലാം. ബിക്കോസ് മാത്സ് അവന് പറ്റൂലായിരുന്നു. 0 കിട്ടിയാലും ഞാൻ അവനെ വേറെ ആക്ച്വലി CBSE എക്സാംഷൻസ് ഉണ്ട്, മാത്സ് പഠിക്കണമെന്നൊന്നുമില്ല, വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം മോനെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് പഠിപ്പിച്ച ഒരാളാണ്. അപ്പോഴേ എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ഞാൻ ചിന്മയെ വിട്ടിട്ടില്ല. എൻ്റെ അമ്മ പോയ സമയം ഐ വെൻറ്റ് ത്രൂ എ ലോട്ട് ഓഫ് ഇമോഷണൽ ട്രോമ. എന്താ ചെയ്യണമെന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാൻ റെസിഗ്നേഷൻ ഇട്ടതാണ് ചിന്മയെന്ന് ഇട്ട് നെക്സ്റ്റ് ഡേ ഐ സ്റ്റാർട്ടഡ് ദിസ്. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനത്തെ ഒരു ക്ലാസ് മെല്ലനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതങ്ങനെ വളർന്നു. അതാണ് എൻ്റെ മെയിൻ അല്ല. അപ്പോൾ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? അവാർഡ് യെസ്, എനിക്ക് ഒരു അവാർഡ് കാര്യമായിട്ട് എനിക്ക് എടുത്ത് പറയണില്ല. അത് ബാക്കി നമുക്ക് ഓരോന്നിനും ചെറുതൊക്കെ കിട്ടും. അവാർഡ് ഓഫ് കോഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് എനിക്ക് ഐ തിങ്ക് വെരി ക്ലോസ്, എൻ്റെ ഹാർട്ടിൽ ക്ലോസ് ആയത് എനിക്ക് പൂനെന്ന് ഗ്ലോബൽ സ്കോളേഴ്സ് ഫൗണ്ടേഷൻ തന്നു. എൻ്റെ വർക്കിനെ പറ്റിയിട്ട് കേട്ടിട്ട് ദേ കോൾ മീ, ഇൻവൈറ്റ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു പുതിയ കോൺസെപ്റ്റ് അല്ല, ഞാൻ ഒരു സിൻസിയറായിട്ട് നമ്മൾ കുട്ടികളെല്ലാം കൂട്ടി കുറച്ച് ടീച്ചേഴ്സിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്, അത് കൊറോണ ടൈം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് അവരെന്നെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വിളിച്ചത്. അങ്ങനെ കിട്ടിയതാണ് ഗ്ലോബൽ ഫൗണ്ടേഷൻ ഇതിന്ന് നമുക്കൊരു അവാർഡ്. അതിൽ വലിയ സന്തോഷം ഉണ്ടാവില്ല, അത് വിചാരിക്കാണ്ടല്ല, ചെറിയ കാലത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു അവാർഡ് കിട്ടി. എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടിയ ഒരു അവാർഡാണ്. അതെ, പ്രത്യേകിച്ച് ആ ഭാഗത്ത് നിന്നെല്ലാകുമ്പോൾ നമ്മൾ ഇവിടെയുള്ള നമ്മൾ അവിടത്തേക്ക് അറിഞ്ഞെത്തുമ്പം അത് വലിയൊരു നേട്ടം തന്നെ. അതാണ് എനിക്ക് വലിയ സന്തോഷം. അതെ. അതുപോലെ ഇനി ഫ്യൂച്ചർ പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോൾ ഫ്യൂച്ചർ ടു ബി വെരി ഓണസ്റ്റ്, ഇന്നത്തെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 day at a ടൈമിൽ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് കുട്ടികൾക്ക് ചെയ്യിക്കും. നാളത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്തിനോ എന്ന് ചോദിച്ചാൽ
ഓക്കെ ഇത് നാളെ ഇങ്ങനത്തെ മാതിരി തന്നെ, പക്ഷെ നാളെ രാവിലെ എണീക്കുമ്പം ചില സമയം എനിക്ക് ഒരു ഐഡിയ വരും, ഓക്കെ ഇന്നും ഇങ്ങനെ ചെയ്താൽ ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഞാൻ നാളെ അത് ചെയ്യും. എനിക്ക് ഇങ്ങനെ പോകണം, ഈ ഒരു ഇതിലെങ്കിലും എനിക്ക് സന്തോഷമായിട്ട് പോയാൽ മതി. സന്തോഷമാവണം, കുട്ടികൾ കംഫർട്ടബിൾ ആയിരിക്കണം. ഇവിടെ വന്നിട്ട് ഒരു കുട്ടിക്കും അവർ വിഷമം ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾ പോകുമ്പോൾ പേരൻസിന് ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ട ധൈര്യം ഉണ്ടാകണം. സ്കൂളില്ലെങ്കിലും ഒക്കെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം, നിങ്ങളില്ലതുകൊണ്ട് നമുക്ക് അതാണ്, അത് കേൾക്കുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതെ, പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളും പഠന വൈകല്യമുള്ള കുട്ടികളും അങ്ങനെയല്ലാണ് ഇവിടെ മുഴുവനായിട്ടുള്ളതല്ലേ? ശരിക്കും പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ കുട്ടികൾ വീട്ടിൽ ഒറ്റക്കായി, അപ്പോൾ പഠനത്തിൽ കുറച്ച് വൈകല്യം വരാൻ ചാൻസ് കൂടുതലാണ് അല്ലേ? ഫ്ലാറ്റ് അന്തരീക്ഷം എല്ലാം കൂടി ആകുമ്പോൾ അല്ലേ, നമ്മളെ പഴയ കാലഘട്ടം മാറി അല്ല ഇന്ന് ഒരു ലെവലിലെത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനങ്ങൾ തുടങ്ങിയത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാർക്കും. അതുപോലെ ഈ ചുറ്റുഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളെ തന്നെയായിരിക്കും നമ്മൾ ഭൂരിഭാഗം കണ്ടത് ഇപ്പോൾ വീഡിയോയിൽ അല്ലേ? അതെ അതെ, ഒരുപാട് കുറച്ച് ഇപ്പം ചൊവ്വ ആ സൈഡിൽ നിന്നെല്ലാം വരുന്ന കുട്ടികളുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞു ഓൺലൈൻ ദുബായിൽ നിന്നുള്ള കുട്ടികളുണ്ട്, ഓൺലൈൻ എടുക്കാൻ വരുന്ന കുട്ടികളുണ്ട്. നമുക്ക് ബിക്കോസ് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത കുട്ടികൾ ഓൺലൈനിൽ ഓരോ സബ്ജക്റ്റ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ വെറും ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനും നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് വളരെ വലിയൊരു പ്രതിഭയാണ് തന്നെ നമുക്ക് കിട്ടിയത്. എന്തായാലും ഈ മാഡത്തിന് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതുപോലെ നിങ്ങളെ നാട്ടിലോ നിങ്ങളുടെ സമീപപ്രദേശത്തോ നമുക്ക് പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ, പഠന വൈകല്യമുള്ള കുട്ടികൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങളല്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് തീർത്തും സുരക്ഷിതമായിട്ട് വന്ന് ഏൽപ്പിച്ച് അവരെ നല്ല ബ്രില്യൻ്റായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്ഥാപനം തന്നെയാണിത്. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച് വന്നതിന്.